ഇന്ന് തിരുവോണമാണ്. ലോകം മുഴുവൻ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും ആ പഴയ കൗമാരത്തിലേക്കും ആ പഴയ തിരുവോണ നാളുകളിലേക്കും തിരിച്ചു നടക്കുകയാണ്. ആലോചിച്ച് നോക്കിക്കേ, പണ്ടത്തെ ആ പെരുന്നാളുകളും ഓണങ്ങളുമൊക്കെ എന്തൊരു രസമായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയുടെയും സ്മാർട്ട് ഫോണുകളുടെയും ലോകത്തായിരുന്നില്ല അന്ന് നമ്മൾ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചും ഒരേ പ്ലേറ്റിലിരുന്ന് കഴിച്ചും കളിച്ചും ആ ഒരുമയിൽ നമ്മൾ ആഘോഷിച്ച ആ പഴയ നാളുകൾ അതൊരു വികാരം തന്നെയായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തിരുവോണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവമാണ്. അക്കാലത്ത് ഓണത്തിന് എന്നെയൊക്കെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നത് പതിവായിരുന്നു. ഇന്നും ക്ഷണമുണ്ട്. 2-3 വീടുകളിൽ നിന്നൊക്കെ ക്ഷണമുണ്ടാകും. എങ്കിലും എൻ്റെ ഓർമ്മയിൽ ഇന്നും മായാതെ നിൽക്കുന്നത് കുട്ടേട്ടൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ചേട്ടൻ്റെ വീടാണ്. ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും കുട്ടേട്ടൻ സ്നേഹത്തോടെ ഓണത്തിന് വിളിക്കുമായിരുന്നു. ആ വീട്ടിലെ ഊണും ഒത്തുകൂടലുമൊക്കെ തരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ കാലം മാറി, ഒത്തുകൂടലുകളും വലിയ സദ്യകളുമൊക്കെ ഇന്ന് കുറഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും ആ പഴയ സ്നേഹത്തിൻ്റെ ചെറിയൊരു തുരുത്ത് ഇന്നും ബാക്കിയുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലൊരു പെരുന്നാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിരുവോണം വരുമ്പോൾ, ജാതിയും മതവും ഒന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരങ്ങൾ കൈമാറുന്ന ഒരു സ്നേഹമില്ലേ? ഓണമായാൽ അയൽവക്കത്തുള്ള സ്നേഹിതർക്ക് പായസമോ ശർക്കര ഉപ്പേരിയോ എത്തിച്ചു കൊടുക്കുന്നതും, പെരുന്നാൾ വരുമ്പോൾ തിരിച്ച് അങ്ങോട്ടും പലഹാരങ്ങളും എണ്ണക്കടികളും ഒക്കെ സ്നേഹത്തോടെ പോയി നൽകുന്ന ആ നാടൻ ശീലം, ആ ചെറിയൊരു വട്ടത്തിലാണ് ഇന്ന് ആ വലിയ സ്നേഹബന്ധമൊക്കെ ബാക്കി നിൽക്കുന്നത്. അന്ന് നമ്മൾ പങ്കുവെച്ചിരുന്നത് ഭക്ഷണമായിരുന്നില്ല, മറിച്ച് മനസ്സ് തന്നെയായിരുന്നു. ഇന്ന് ഞാൻ ആ പായസം കാത്തിരിക്കുകയാണ്. വരാതിരിക്കില്ല. ഇന്ന് എല്ലാം ഉണ്ട്, പക്ഷെ ഒരുമിക്കാൻ മാത്രം സമയമില്ല. എങ്കിലും ആ വരാന്തയിലൂടെയും മതിനപ്പുറത്ത് കൂടിയും ഒഴുകിയെത്തുന്ന ആ സ്നേഹത്തിൻ്റെ മണമുണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മെ മനുഷ്യരായി നിലനിർത്തുന്നത്. അന്യൻ്റെ വിഷമങ്ങളിൽ ഒപ്പം നിന്ന ആ പഴയകാല മനുഷ്യരുടെ ആത്മാവ് ആ പായസക്കിണ്ണങ്ങളിലും പലഹാരപ്പൊതികളിലും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കൂട്ടുകാരുമൊത്ത് കളിച്ചിരികളോടെ നമ്മൾ അനുഭവിച്ച ആ പഴയ ഓണക്കാലവും അയൽവക്കത്തെ ആ സ്നേഹ കൈമാറ്റങ്ങളും നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ വീടുകളിലേക്കും ഇതുപോലെ പലഹാരങ്ങൾ എത്തിച്ചു തരാറുണ്ടോ? ആ പഴയ ഓർമ്മകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കുക. ഇന്നും ഒരുപാട് പേർക്ക് ക്ഷണങ്ങളുണ്ട്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഓക്കെ, ബൈ.